മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായി ഹാജിക്കെതിരെ കോഴിക്കോട്ട് പ്രതിഷേധം. കോഴിക്കോട് കോർപ്പറേഷൻ നല്ലളം 43-ാം ഡിവിഷനിൽ കൂട്ടരാജിയാണ്. കൂടിയാലോചനകളില്ലാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്ന് ആരോപിച്ചാണ് രാജി. കോഴിക്കോട് കോർപ്പറേഷനിലെ 43-ാം ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയർന്നു വരുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളെയാണ് ഇവിടെ കെട്ടിയിറക്കിയത് എന്നുള്ള ആരോപണമാണ് ഇവിടുത്തെ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെക്കാനുള്ള ഒരു തീരുമാനം അവർ എടുത്തു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അവരുടെ കയ്യിൽ രാജിക്കത്തുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത് ഇത് MC മായിൻ ഹാജിയുടെ സ്വന്തം നാടാണ്. ഈ MC മായിൻ ഹാജിൻ്റെ നാട്ടിലാണ് പ്രശ്നം. അവിടെ പ്രശ്നമില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എല്ലായിടത്തും പ്രശ്നം ഇയാളാണ്. സമസ്തയിലും പ്രശ്നം, സമസ്തക്കാർക്ക് ഇയാളെ വേണ്ട. ലീഗിലും പ്രശ്നം, ലീഗുകാർക്കും ഇയാളെ വേണ്ട. എല്ലായിടത്തും ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം. ഇയാളുടെ ലക്ഷ്യം പാർട്ടിയോ അല്ലെങ്കിൽ സമസ്ത എന്ന സംഘടനയോ അതിൻ്റെ ആത്മീയതയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിലാണെങ്കിൽ അതിൻ്റെ പാർട്ടിയുടെ വളർച്ചയോ ഒന്നുമല്ല. മറിച്ച് ഇയാൾക്ക് പല സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്. അതിനുവേണ്ടി പാർട്ടിയെയും സംഘടനയൊക്കെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇയാൾ കുറേ കാലമായി. ആളുകൾ ഇനിയും സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. രാജിക്കത്തും കൈ പിടിച്ചിട്ടാണ് അവിടെ ആൾക്കാർ നിൽക്കുന്നത് ഇയാളുടെ നാട്ടിൽ. ഇങ്ങനത്തെ ഇതാണ് പൂക്കോട്ടൂരൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ 4 നേതാക്കന്മാരുണ്ടെങ്കിൽ അതുകൊണ്ട് പാർട്ടി വളരെയല്ല ചെയ്യുക, പാർട്ടി പിളരാണ് ചെയ്യുക. ആളുകൾ പാർട്ടി വിട്ടു പോകാൻ ഇതുപോലത്തെ നേതാക്കന്മാരുണ്ടായാൽ മതി. മത്സരിക്കേണ്ടത് എനിക്കാണ് ചാൻസ് എന്ന് ഞാൻ തന്നെ പറയാം. ഇത് നമ്മളോട് ഒന്ന് പറയും, ഞാൻ മത്സരിച്ചാൽ എല്ലാ വോട്ടും കിട്ടും, ഞാൻ മത്സരിച്ചാൽ ജയിക്കും, അങ്ങനെ പറയും. ഞാനിത് പറയുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഉള്ളത് ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വിചാരിച്ചാൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഉള്ളത് ഓപ്പണായി പറയുമ്പോൾ ഇയാൾക്ക് നല്ല പരിചയമുണ്ട്. കാരണം ഒന്നിച്ച് പ്രവർത്തിക്കണം ആണ്. അതുകൊണ്ട് കൂടെ നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഇന്ന ആളെന്നൊന്നും വിചാരിക്കരുത്. വരാൻ പോകുന്ന കാര്യമാണ് മൂപ്പര് പറഞ്ഞത് കറക്റ്റായിട്ട്. വാർഡിൽ മത്സരിച്ച് ജയിച്ച മെമ്പർമാര് വേദിയിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനൊരു വിനീതമായ ഉപദേശം തന്നെ 2 കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ആ വാർഡിൽ മത്സരിച്ച് ജയിച്ചാല് പിന്നെ അവിടെ ഞാൻ മത്സരിച്ചാലേ ജയിക്കുള്ളൂ എന്നുള്ള തറവാട്ട് ഏർപ്പാടുകൾ ഉണ്ടാക്കരുത്. അടിച്ചാലും മതി, അടിച്ചില്ലേലും മതി. ഞാൻ മത്സരിച്ചാലേ ഇനി അവിടെ ജയിക്കുള്ളൂ എന്നുള്ള അടങ്ങറുകൾ ഉണ്ടാക്കരുത്. രണ്ടാമത്തെ ഒന്ന് പറയാനുള്ളത്, ഇനി ഒരു മുസ്ലിം ലീഗുകാരൻ അവിടെ വന്ന് മത്സരിച്ചാൽ അയാൾ തോൽക്കുന്ന ഗതികേട് ഉണ്ടാക്കി പോവും ചെയ്യും. ഇത് രണ്ടും കൂടെ അനുവർത്തിച്ച വിഷയമൊക്കെ തീരും. ഞാൻ നിലവിലുള്ള ലൈവായി നിൽക്കുന്ന മെമ്പർമാരുടെ ഉദ്ദേശമല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കണം. എനിക്ക് ആരും അറിയില്ല, ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. ഒരു പൊതു കാര്യം പറഞ്ഞത്. അങ്ങനെ ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് നാളെയും കാണേണ്ടതാണേ. അതുകൊണ്ട് ഇപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആളെ പേര് പറയണമൊക്കെ മോശമല്ല എന്നാണ് പൂക്കോട്ടൂർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ 2 കാര്യം, കാരണം നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിത്വം തന്നത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല, അത് പാർട്ടിന്റെ സ്വത്താണ്. ഞാൻ പാർട്ടിക്കാരനാണെന്നുള്ള ബോധത്തോടെ പെരുമാറുന്നത് നിങ്ങൾ. ഞാൻ പാർട്ടിക്കാരനാണ് എന്ന ബോധത്തോടെ പെരുമാറും. അതൊരു സത്യസന്ധതയാണ്. അപ്പൊ ഈ സിദ്ഖുൽ ലഭിച്ച ശരിക്കും നിങ്ങൾ പാലിക്കണം. വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെയും സംഘടനയൊക്കെ ദുരുപയോഗം ചെയ്യുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഇനിയും തിരിച്ചറിയാത്തവർ അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സമസ്തയിൽ പിന്നെ അത് നടക്കില്ല. സമസ്തയിൽ ഇയാളുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പൊക്കെ അപ്പം തന്നെ കയ്യോടെ പിടികൂടി ഇവരെ പോലത്തെ നളന്തകളെ സമസ്തയുടെ പ്രവർത്തകർ അരികുവൽക്കരിച്ചതിൻ്റെ പേരിലാണല്ലോ പല ആളുകളും പാർട്ടിക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് ദയവ് ചെയ്ത് ഉണർത്താണ്. കാരണം സമസ്തയുടെ പ്രവർത്തകർ ഇവരെ പണ്ടേ മൂലക്കാക്കിയിട്ടുണ്ട്. ഒരു പരിപാടിക്കും ഇവരെ ക്ഷണിക്കലില്ല. മാത്രമല്ല ഇപ്പം ഉണ്ടാക്കിയൊരു സമിതി ഉണ്ടല്ലോ, അതിൻ്റെ തലപ്പത്തേക്ക് ഇയാളെ വെച്ചത് മുതൽ ആ സമിതിയുമായിട്ട് ആരും സഹകരിക്കുന്നില്ല. ആ സമിതിൻ്റെ ഒരു പ്രവർത്തനം നടക്കണില്ല. സമസ്തൻ്റെ സ്വാഗത സംഘം ആദ്യം രൂപീകരിച്ച ആ സ്വാഗത സംഘത്തിൻ്റെ കീഴിലാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു സമിതി വെറും കടലാസിലായി പോയി എന്നതാണ് കാര്യം. അപ്പോൾ ഇതാണ് അനിൽ മുഹമ്മദ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചില പ്രസക്തമായൊരു ഭാഗമുണ്ട്. അനിൽ പറഞ്ഞ ആ കാര്യം ഇയാൾക്കാണ് ഇപ്പോൾ ഏറ്റവും ഫിറ്റാകാന്ന് കേട്ടത്. ഇയാളുടെയൊക്കെ ജീവിതകാലം മൊത്തം ഈ കലക്കും തിരിമറിയും ഈ കറക്കിക്കുത്തും വേലയിറക്കും ഇത് മാത്രമാണ് കയ്യിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ തരത്തിലുള്ളയും വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിലെ യുവതലമുറയും മനുഷ്യരുമൊക്കെ പല വഴികളിൽ സഞ്ചരിക്കുമ്പോൾ അവരെയൊക്കെ എല്ലാ സംഗതികൾക്കുമുള്ള ചെറുത്തുനിൽപ്പിനും സ്വയമുള്ള പ്രതിരോധത്തിനും
ആത്മീയമായ നവോന്മേഷത്തിനും എല്ലാം നേതൃത്വം കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള അദ്ദേഹമൊക്കെയാണ് വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇയാളെയൊക്കെ പിടിച്ച് പുറത്ത് നിർത്തിയിട്ട് അതിൽ താല്പര്യമുള്ള പണ്ഡിതന്മാർ ചേർന്ന് ഈ ആഘോഷം വളരെ ഭംഗിയായി നടത്തണം. ഇതൊക്കെ ഇതിനകത്ത് കിടന്നാൽ ഈ പറയുന്നത് മൊത്തം കേടാവും. നമ്മൾ കാണില്ലേ, ഒരു വലിയ ചരുവൻ നിറയെ ഏറ്റവും നല്ല അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഇട്ടിട്ട് അതിനകത്തൊരല്പം പാറ്റയുടെ കാഷ്ടം കിടന്നാലുള്ള സ്ഥിതി എന്താ? അത് മൊത്തം നാറൂല്ലേ? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചിന്തിക്കട്ടെ. അത് മാത്രമാണ് പരിഹാരം. അതുകൊണ്ട് ഏത് സമവായവും ഇയാളെപ്പോലുള്ളവരെ വെച്ച് നടത്തിയാൽ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല. ഉറപ്പ്. ഈ പശ്ചിമേഷ്യൻ കരാറ് പോലിരിക്കും.